ബംഗാളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ വ്യാപക അക്രമം. ദുലിയാൻ മേഖലയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ പരാതിയിൽ മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം ബംഗാളിൽ വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് വിവാദ പ്രസ്താവനയുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമാവുകയാണ്. ദുലിയാൻ മേഖലയിൽ സംഘർഷത്തിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. മുർഷിദാബാദിൽ ഉടൻ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു. പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും സംഘർഷബാധിത മേഖലയിൽ സുരക്ഷ ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നൽകിയ ഹർജിയിന്മേലാണ് ഹൈക്കോടതി നടപടി. ഇന്നലെ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം പുറത്തിറങ്ങിയ ജനക്കൂട്ടം ക്ഷേത്രങ്ങൾ ആക്രമിച്ചു. നിരവധി വീടുകളും വാഹനങ്ങളും അഗ്നിക്കിരയാക്കി. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളായ മാൽഡ, ദുലിയാൻ, മലാച്ച എന്നിവിടങ്ങളിലാണ് വ്യാപക അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അക്രമം വ്യാപിച്ച പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തി. ഗവർണർ CV ആനന്ദബോസ് സംഘർഷത്തിന്റെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം അക്രമികളെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനയുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വന്നു. വഖഫ് നിയമ ഭേദഗതി ബംഗാളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. നേരത്തെ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്നും മമത പ്രസ്താവന നടത്തിയിരുന്നു. മമതയുടെ ഇത്തരം പ്രതികരണങ്ങൾ അക്രമികൾക്ക് പ്രചോദനമാണെന്നും തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് ശക്തമാക്കാനുള്ള നാടകമാണെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വിമർശിച്ചു. ജനം, ഡൽഹി.